ചിലർ പറയുന്നു എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന്. എന്ത് ചെയ്തിട്ടും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ക്ഷേത്രങ്ങളിൽ പതിവായി പോവുക, വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശപ്രകാരമുള്ള പൂജകൾ ചെയ്യുക, എന്നിട്ടൊന്നും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ദുഃഖങ്ങളല്ലാതെ സന്തോഷം ഉണ്ടാകുന്നില്ല. കയ്യിരിക്കുന്ന പണവും നഷ്ടപ്പെട്ടു. അപ്പോൾ അവരോടെനിക്ക് പറയാനുള്ളത്, ഒരു 3 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിൻ്റെ സമയം 3 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും, ഒരു ആശ്വാസങ്ങളും കിട്ടും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. പറഞ്ഞുതരാം. എന്നോട് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നു, വഴിപാടുകൾ നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറയും. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയണം. ഇവിടെയാണ് നമ്മൾ വാസ്തുശാസ്ത്രം നോക്കേണ്ടത്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് തട്ടിപ്പല്ല, അത് പ്രകൃതിയാണ്, പ്രപഞ്ച നിയമങ്ങളാണ് വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം കൊണ്ട് ഞാൻ വാസ്തുശാസ്ത്രം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ, കേരളത്തിൽ പലയിടങ്ങളിലും പോയി അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യം ആ അറിവ് നമുക്കുണ്ട്. വാസ്തുശാസ്ത്രം നിസ്സാരമായൊരു കാര്യമല്ല, വളരെ സത്യമുള്ള കാര്യമാണ്, ശക്തിയുള്ള കാര്യമാണ്. പക്ഷേ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഈ വാസ്തുശാസ്ത്രത്തെപ്പറ്റി പറഞ്ഞ് തെറ്റിദ്ധാരണകൾ പരത്തി പലരും അത് ചൂഷണം ചെയ്യുന്നുണ്ട്. പലരെയും പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടത് ചൂഷണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ട്. ചില ആൾക്കാർ എന്ന് പറയാൻ വീട് ഇടിക്കണം, നല്ലതായിരിക്കുന്ന വീടിൻ്റെ ഒരു ഭാഗം ഇടിച്ചു മാറ്റണം എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യമേ ശാസ്ത്രത്തിൽ പറയുന്നില്ല. വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരിക്കലും വീട് ഇടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു ചെറിയ നിസ്സാരമായ ഒരു മാറ്റമായിരിക്കും വരുത്തുന്നത്. അത് ഇടിച്ചു മാറ്റുക എന്നല്ല, അതിന് പരിഹാരങ്ങളുണ്ട്. അതിന് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥനകളോ, ഇപ്പം ചിലർ പറയുന്നത് കേട്ടുണ്ട്, വീടിനിങ്ങനെ ദോഷമുണ്ട്, അപ്പം മണ്ണിന് ദോഷമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജകളൊക്കെ ചെയ്യണം. അപ്പോൾ വീട്ടിൽ അതിൻ്റെ പൂജാരികളെ വിളിച്ചു വരുത്തി പൂജകളെല്ലാം ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് മാറ്റമില്ല, അതേ നിലപാടിൽ പോവുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് അത് ശ്രദ്ധിക്കുക. അത് ചിന്തിക്കേണ്ട വിഷയം ഇത്രയേ ഉള്ളൂ. ആ ഭൂമി കെട്ട ഭൂമിയാണ്. കെട്ട ഭൂമി എന്ന് പറഞ്ഞാൽ ആ ഭൂമി വാസയോഗ്യമല്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എവിടെ പോകും? അതിന് പരിഹാരമുണ്ട്. ആ വസ്തു എന്തുകൊണ്ടാണ് കെട്ടുപോയത്? ഒന്ന്, നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന വസ്തുവാണോ? ചോദ്യം 1. 2, മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണോ? ഇനി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇനി പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിലും പ്രശ്നമുണ്ടാവും, അത് 2ാം ഭാഗത്തിൽ വരുന്നുള്ളൂ. അത് മുൻകാലങ്ങളിൽ അവിടെ ഇവരുടെ മുൻ തലമുറക്കാരിൽ ആരെങ്കിലും ഈ വെച്ചാരാധനകളും പൂജകളൊക്കെ നടത്തിയിട്ടുള്ള ആരെങ്കിലും ഇതിന് മുമ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും. അതായത് ക്ഷേത്രത്തിൽ അതിൻ്റെ ശക്തി ക്ഷേത്രത്തിൽ ലയിപ്പിക്കാതിരുന്നാൽ ആ പ്രശ്നം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2ാം ഭാഗമാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ പണം ചിലവാക്കി കുറേ പൂജകൾ ചെയ്ത് ഇപ്പം ഒരു വസ്തുവിന് ദോഷമുണ്ട്, അതിൻ്റെ പരിഹാര കർമ്മം ചെയ്യണം. എങ്ങനെയായിരുന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഏറ്റവും കുറഞ്ഞ പക്ഷം 1,00,000 രൂപയൊക്കെ ആവും തോന്നുന്നു. നമുക്ക് വെറുതെ ആ പൈസ കൊടുത്ത് കർമ്മങ്ങൾ നടത്തി അതൊന്നും ചെയ്തിട്ട് നമുക്ക് ഫലം വരുന്നില്ല എന്നുണ്ടെങ്കിലും പ്രശ്നം വേറെയാണ്. അപ്പം നമ്മൾ രോഗം അറിഞ്ഞ് ചികിത്സിച്ചാൽ മാത്രമേ ഫലിക്കുള്ളൂ, അല്ലാണ്ട് ഫലിക്കത്തില്ല. ഈ ഒരു കാരണം കൊണ്ടും നിങ്ങൾക്ക് നാശമുണ്ടാവാം. ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് കൂട്ടിക്കോ. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുരുഷനുണ്ടെങ്കിലോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. അതായത് നല്ല രീതിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ബിസിനസ്സിൽ പെട്ടെന്ന് അങ്ങോട്ട് പരാജയപ്പെടുക, പെട്ടെന്ന് നിന്ന് പോവുക, വരുമാനം കുറഞ്ഞു വരിക,
ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട 2 കാര്യം. ഒന്ന്, നിങ്ങൾക്കെതിരെ ഒരു ശത്രുദോഷം വന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പോലെ മറ്റാരും ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾ നശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുർമന്ത്രവാദങ്ങൾ നടത്തുന്നുണ്ട്. ഈ ദുർമന്ത്രവാദമൊന്നും നിസ്സാര കാര്യമൊന്നുമല്ല, വളരെ സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്നുണ്ട്. ഒന്ന്. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ചോദ്യം ഇതാണ്, ഇപ്പോൾ പറയുന്നു, ഞാനൊരു ചോദ്യകർത്താവാണ്. ഞാനൊരു വീട് വെച്ചു. അവിടെ വീട് വെച്ച് പാല് കാച്ച് കഴിഞ്ഞ് ഞാനതിൽ താമസിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടായത്, വരുമാനമുണ്ടായത്, ധനമുണ്ടായത് എല്ലാം അതിന് ശേഷമാണ്. പിന്നെ ഈ അടുത്തിടെ കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കറിയില്ല എന്താ കാരണം, ചോദ്യമാണത്. അപ്പോൾ ഇതേ വസ്തുവിലല്ലേ ഞങ്ങൾ ജീവിച്ചിത്രയും നാളും. അപ്പോൾ എങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലൊരു ദോഷം അവിടെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രകടമാകുന്ന അപ്പോഴല്ല. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പാല് കാച്ച് ഗൃഹപ്രവേശം തുടങ്ങി അന്ന് മുതൽ 1.25 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 9 വർഷം ഈ കാലയളവുകൾ ആകുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ടുള്ളത്. അതുവരെ നമുക്ക് നല്ല വരുമാനവും വിജയവും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 13-19 വർഷം എടുക്കുന്ന കേസുകൾ എനിക്കറിയാവുന്നുണ്ട്. ചിലത് വീട് പണി ആരംഭിക്കുമ്പോഴേ ആ പ്രശ്നം ഉണ്ടാവും. ഞാൻ വീടിൻ്റെ സ്ഥാനങ്ങളും പോവുകയാണെങ്കിൽ കൃത്യമായിട്ടും ആ വസ്തുവിൽ ചെന്നിട്ട് ആ വസ്തു ഏത് വസ്തുവാണെന്ന് കണ്ടുപിടിച്ച് ആ വസ്തുവിന് എന്തെങ്കിലും പോരായ്മയുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടുകാരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തും, ഇത് പ്രശ്നമുണ്ട്. അവർ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും രണ്ടാത്ത വിഷയം. ശരി, അവർക്ക് അതിൽ താല്പര്യമില്ല, വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ വീട് പണി ആരംഭിക്കൂ. തീർച്ചയായിട്ടും. അതായത് ശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ശാസ്ത്രപതി പ്രകാരമാണ് ഒരു കുടിൽ നിർമ്മിക്കുന്നത്. നമ്മൾ നാട്ടിൻ പ്രദേശം 6 കാലിപ്പുര എന്ന് പറയും. കുടിൽ നിർമ്മിക്കുന്നെങ്കിൽ അവിടെ കയറി നിങ്ങൾ വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും അത് നിത്യം ഭാഗ്യങ്ങളാണ്. അവിടെ തന്നെ നിങ്ങൾ കുബേരനാവാം, വലിയ വീട്ടിലേക്ക് മാറാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം ഉണ്ടാവും. തൊഴിലില്ലാത്തവർക്ക്, തൊഴിൽ തേടി നടക്കുന്നവർക്ക്, ഇൻ്റർവ്യൂവിൽ പാസ്സാവാത്തവർക്ക്, അവർക്കൊക്കെയും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തൊഴിൽ കിട്ടും, പ്രൊമോഷൻ കിട്ടും. തൊഴിലാളി പ്രൊമോഷൻ, ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഉയർച്ച ഉണ്ടാവും, സാമ്പത്തിക ഉയർച്ച, സാമ്പത്തിക നേട്ടം, ആരോഗ്യപരമായിട്ട്, അതായത് മാറാത്ത രോഗമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വിടുതൽ വരും, കുറവുകൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. വെറുതെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചൊരു വീഡിയോ അങ്ങോട്ട് എടുത്ത് വെച്ച് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ചുമ്മാ വിടുതല പറയല്ല, ചുമ്മാ അങ്ങോട്ട് തള്ളി വിടുവൊന്നുമല്ല. ഇത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ഞാൻ ദൈവാനുഗ്രഹത്തിൻ്റെ പേരിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ശക്തികളുടെ അനുഗ്രഹത്താലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പം വെറുതെ തള്ളി മറിക്കുകയല്ല അത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം കേട്ടിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷയിച്ചു പോകുന്നത്? ക്ഷേത്രങ്ങൾ ക്ഷയിക്കുന്നതിൻ്റെ കാരണം ഞാനിപ്പം അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതാർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു അപേക്ഷയുണ്ട്, നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പരിശോധിക്കുക, എന്നിട്ട് ഉചിതമായ തീരുമാനം എടുക്കുക, നന്നായി പ്രാർത്ഥിക്കുക, അതിന് വേണ്ട പരിഹാരം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളുണ്ടാവും. കുടുംബ കലഹം മാറി വരും, വീട്ടിനകത്തുള്ള ഐക്യത ഇല്ലായ്മ മാറും, എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും. മനസ്സിലായില്ലേ? ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും പരസ്പരം സ്നേഹം ഉണ്ടാവുകയും നല്ല രീതിയിൽ ജീവിക്കുകയും മക്കളുടെ ജീവിതം എല്ലാം റെഡിയാവും. അതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജീവിതത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. പരിഹാരങ്ങൾ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്രത്തിൽ പോവുക, പരിഹാരങ്ങൾ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട്.